അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞു. വസ്തുവിൻ്റെയൊക്കെ തീരുമാനമാക്കിയതിന് ശേഷം മകൻ തിരിച്ച് ഖത്തറിലേക്ക് പോയി. അവിടെ ഖത്തർ ബാങ്കിൻ്റെ റീജിയണൽ മാനേജരാണ്, അൽദാർ ബാങ്കിൻ്റെ റീജിയണൽ മാനേജരാണ് മകൻ. അപ്പോൾ അവന് പെട്ടെന്ന് ലീവ് കഴിയുമ്പോൾ പോയെങ്കിലേ പറ്റൂ, അവൻ്റെ ജീവിത പ്രശ്നമാണ്. അവൻ്റെ ഭാര്യയും തിരിച്ചു പോയി. പിന്നീട് ഞാൻ പന്തളം NSലേക്ക് ചാത്തന്നൂരിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങി. അങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങി, ഒറ്റയ്ക്കുള്ള ജീവിതം തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ സ്കൂളിൽ പോയി തിരിച്ച് വരുമ്പോൾ അവിടുന്ന് കുറച്ച് 2-3 ബസ് കയറിയേ ഇങ്ങ് വരാൻ പറ്റൂ. തിരിച്ച് വന്നപ്പോൾ 7 മണിയായപ്പോൾ എൻ്റെ ജംഗ്ഷനിലിറങ്ങി ഒരു 7 മിനിറ്റ് നടക്കണം ഉള്ളിലോട്ട്, വെട്ട് റോഡ് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ വന്നിറങ്ങിയപ്പോൾ 7 മണിക്ക് ബസ് വന്നിറങ്ങിയപ്പോൾ ഭയങ്കര കാറ്റും മഴയും ഇരുട്ടും. ഞാൻ ഇറങ്ങി ഇങ്ങനെ നിന്നപ്പോഴേ ഒരച്ചായൻ ഓടി വന്നു. ചക്കിട്ടയിലെ പൊടിയനച്ചായന് കടയുണ്ട്. കട ആരെയോ ഏൽപ്പിച്ചിട്ട് അച്ചായൻ ഓടി വന്നിട്ട് പറഞ്ഞു, ടീച്ചർ വാ, ഇരുട്ടി, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ചായൻ്റെ മോനാണ് ജിബി. 7ാം ക്ലാസ് തൊട്ട് ഞാൻ പഠിപ്പിച്ചതാണ്. അവൻ തിരിച്ച് ഗൾഫിലായിരുന്നു. തിരിച്ച് വന്നിട്ട് ഈ ബിസിനസ്സും വണ്ടിയൊക്കെ ഉണ്ട്, അത് നടത്തിക്കൊണ്ട് പോവുകയാണ്. എന്നെ കണ്ടതും ഞാൻ വിളിച്ചതും പറഞ്ഞതും ഒന്നുമില്ല, ഓടി വന്നു ചക്കിട്ടയിലെ പൊടിയനച്ചായൻ. അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഓടി വന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവിട്ട്, ഇരുട്ടത്ത് വീട്ടിൽ കൊണ്ടുവിട്ട് ഞാൻ അകത്ത് കയറി, ഗേറ്റ് പൂട്ടി, വീടിനകത്ത് കയറി, ജനലിലൂടെ ഞാൻ സുരക്ഷിതയാണെന്ന് പറഞ്ഞതും അച്ചായൻ തിരിച്ചുപോയി. വന്ന വഴിക്ക് അച്ചായൻ പറഞ്ഞു, ടീച്ചറെ ഒന്നുകൊണ്ടും ഈ നാട്ടിൽ ജീവിക്കാൻ ഭയപ്പെടേണ്ട, ഞങ്ങൾ അച്ചായന്മാരുണ്ട് ഈ നാട്ടിൽ, ടീച്ചർ ഒന്നിനും പേടിക്കണ്ട, ഞങ്ങളുടെ ശിവൻകുട്ടി സാറാണ്, ഈ നാട്ടിലെ അച്ചായന്മാരുടെ മക്കളെ എല്ലാം പഠിപ്പിച്ച ശിവൻകുട്ടി സാറാണ്. പിന്നെ ടീച്ചർ എത്ര നാൾ ഇവിടെ താമസിച്ചാലും ശരി, ഈ അച്ചായന്മാരുടെ സഹായം ടീച്ചറിനുണ്ടായിരിക്കും. അത് സത്യം തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ അച്ചായൻ്റെ മകൻ ജിബി, ഇപ്പോൾ ഇന്ന് ഞാൻ പ്രസവിക്കാത്ത എൻ്റെ സ്വന്തം മകൻ, എന്നെ കരുതലോടുകൂടി നോക്കി, എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ചു, സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോകാനും വരാനും എല്ലാം പഠിപ്പിച്ചു. കൊറോണ സമയത്ത് എൻ്റെ മകൻ എൻ്റെ വീട്ടിലുണ്ടെന്നുള്ള തോന്നലിൽ ഏത് സമയവും അവൻ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ഫോൺ നമ്പർ തന്നിട്ട്, ടീച്ചറെ രാത്രിയിൽ എന്താവശ്യം വന്നാലും വിളിക്കണം, ഞാനും എൻ്റെ കുടുംബവും ഉണ്ട് ടീച്ചറിന് സഹായത്തിനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള സൗമ്യയും ജോസും അവരും എനിക്ക് തുണയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് ബെന്നിയുടെ കുടുംബം എൻ്റെ മകനെ ഏൽപ്പിച്ചു, സ്കൂളിൽ പോകാൻ നേരം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. കുഞ്ഞുങ്ങളായിരുന്നു, ഇപ്പോൾ 5, 6, 7 രാവിലെയും വൈകിട്ടും ബെന്നിയായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത്, ബെന്നിയും കുടുംബവും. അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ബിജു രാജൻ എല്ലാ റീസർവേ അളവ് സമയത്ത് വരികയും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും അങ്ങനെയുള്ള സഹായം എനിക്ക് കിട്ടുകയും ചെയ്തു. ബിജുരാജൻ്റെ വീട്ടിലെയും എല്ലാ കുട്ടികളെയും എൻ്റെ സാറ് പഠിപ്പിച്ചതാണ്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല, കോയിക്കച്ചന്തയിലെ എല്ലാ അച്ചായന്മാരുടെ വീട്ടിലെയും മക്കളെ ഞങ്ങൾ പഠിപ്പിച്ചതാണ്. പക്ഷെ പഠിപ്പിച്ചെന്ന് വിചാരിച്ചാൽ ആരും ഇങ്ങനെ സഹായം ചെയ്യാൻ വരത്തില്ല. നമ്മുടെ വീട്ടിലെ പിള്ളേരെയും പഠിപ്പിച്ചതുണ്ട്, അവരാരും വന്നില്ല. ഒരു 10 കുട്ടികളെയെങ്കിലും നമ്മൾ ഈ 7ാം ക്ലാസ് തൊട്ട് പഠിപ്പിച്ചവരുണ്ട്, അവരാരും വന്നില്ല. അതാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസം. ഞാനിവിടെ ജാതി പറഞ്ഞതല്ല, പക്ഷേ സഹായിച്ചത് ആരെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെ വിഷമഘട്ടത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ. ജാതി മതം ഞാൻ പറഞ്ഞതല്ല. പക്ഷേ സാർ എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് എന്താപത്ത് വന്നാലും കോയിക്കച്ചന്തയിൽ അച്ചായന്മാരുണ്ട്, ഇയാൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ അവർ സംരക്ഷിച്ചു കൊള്ളുമെന്ന്. ചുരുക്കി പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. കറണ്ട് പോയാൽ ഏത് പാതിരാത്രിക്കും ജോൺസൺ വരും. ജോൺസനാണ് എൻ്റെ വീടിൻ്റെ വയറിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത്. ഏത് സമയത്ത് എവിടെ ആയിരുന്നാലും, ടീച്ചറെ ഞാനിപ്പോൾ വരാം, എൻ്റെ വീട്ടിൽ കറണ്ട് പോയാൽ ഉടനെ ജോൺസൺ ഓടിയെത്തും, അത് നന്നാക്കും. അതുപോലെ തന്നെ എനിക്ക് ഭക്ഷണം കൊണ്ടുതരാൻ നമുക്ക് തമ്പാനച്ചായനും ഭാര്യയും ഒരാൾക്കായിട്ട് വെക്കണ്ട ടീച്ചറെ. സ്കൂളിൽ പോകുമ്പോൾ കാപ്പി ഉണ്ടാക്കി ഞാൻ ജംഗ്ഷനിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടുതരും, പാല് വാങ്ങിച്ചു കൊണ്ടുതരും. ആ 4 വർഷക്കാലം ഞാൻ സർവീസിൽ വീണ്ടും തുടർന്നപ്പോൾ ഈ 4 വർഷക്കാലവും തമ്പാനച്ചായനാണ് സൊസൈറ്റിയിൽ നിന്ന് പാൽ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നത്. എൻ്റെ വീട്ടിലെ വേണ്ടുന്ന സാധനങ്ങളും, എനിക്ക് ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എന്നെ വണ്ടി പഠിപ്പിക്കുകയും, ഞാൻ എവിടെയെങ്കിലും പോയാൽ റെയിൽവേ സ്റ്റേഷനിലായാലും ബസ് സ്റ്റോപ്പിലായാലും വന്നെന്നെ വിളിച്ചുകൊണ്ട് വന്ന് സുരക്ഷിതമായിട്ട് വീട്ടിലാക്കുകയും ചെയ്യുന്നത് ജിബിയായിരുന്നു.
പിന്നെ ഞാൻ കോയിക്കച്ചന്തയിലുള്ള എല്ലാവരെയും ഒന്നും എടുത്ത് പറയാൻ അത്രയ്ക്ക് പേരുകളുണ്ട്, അത്രയ്ക്ക് കുടുംബങ്ങളുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ എടുത്തു പറയുന്നില്ല. ഓരോരുത്തരും എൻ്റെ സ്വന്തമായിരുന്നു. എന്നെ അവർ സംരക്ഷിച്ചു. 4 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തപ്പോൾ എന്നെ അവർ സംരക്ഷിച്ചു, പൊന്നുപോലെ നോക്കി. ഞങ്ങളുടെ രാഘവൻ ടീച്ചർ, ഞങ്ങളുടെ ശിവൻകുട്ടി സാറിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ആ അച്ചായന്മാർ, അതായത് കോയിക്കച്ചന്തയിലെ ശുദ്ധമായ ബൈബിളിനെ വിശ്വസിക്കുന്ന അവരെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. അവരെന്നെ സംരക്ഷിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴും സാറ് പറയുന്ന ഒരു വാക്കായിരുന്നു, ആ മരണത്തിൻ്റെ അന്നും പറഞ്ഞ് അച്ചായന്മാർ സംരക്ഷിച്ചു കൊള്ളുന്നു. അത് സത്യമായ ഒരു കാര്യമാണ്. ഞാൻ അതുപോലെ തന്നെ കാനഡയ്ക്ക് വരാൻ നേരം എനിക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിന് പോകണമായിരുന്നു. അപ്പോൾ ഈ ബെന്നിയും റൂബിയും 2 കുട്ടികൾ ബാംഗ്ലൂരിലുണ്ട്. അവരെന്നെ മെഡിക്കൽ എടുപ്പിച്ചു, തിരിച്ചെന്നെ ബസ് കയറ്റി വിട്ടു. രാവിലെ 4 മണിക്ക് അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവർ രണ്ടും എന്നെ വിളിക്കാനായിട്ട് വന്നു. എനിക്ക് എവിടെ ചെന്നാലും എൻ്റെ കുട്ടികളുടെ സഹായം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഓരോരുത്തരും ആ നാട്ടിലെ ഓരോ ക്രിസ്ത്യാനികളും എന്നെ സഹായിച്ചു. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് കല്ലുംപുറത്ത് അനിയൻ കൊച്ചാട്ടനും വസന്തയും. മതിൽ കെട്ടാൻ നേരം അവർ പറഞ്ഞു കെട്ടിക്കോ. അവരും പറഞ്ഞു എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം. കൊറോണ സമയത്ത് ചന്ദ്രൻ കൊച്ചാട്ടൻ്റെ മകൻ മനോജ് സാധനങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞാൽ വീട്ടിലെത്തിച്ചേരും. മനോജും ഭാര്യയും മക്കളും, അവരുടെ സഹായവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ സഹായം ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഇന്നും എൻ്റെ വീടിൻ്റെ താക്കോൽ ഞാൻ ജിബിയുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന 2 പേരാണ്. എൻ്റെ സാറിൻ്റെ കൂടെ സഹായത്തിനായി നടന്ന കൃഷ്ണൻകുട്ടി. എൻ്റെ വീട് സുരക്ഷിതമായിട്ട് സുന്ദരമായിട്ടും സൂക്ഷിച്ചിരുന്നത് ആ കൃഷ്ണൻകുട്ടിയാണ്. യാതൊരു കള്ളത്തരങ്ങളും ഇല്ലാത്ത മനുഷ്യരായിരുന്നു എന്നോടൊപ്പം നിന്നിരുന്നത്. നമ്മൾക്ക് വിശ്വസിച്ച് താക്കോൽ ഏൽപ്പിക്കാൻ പറ്റുന്നവർ. അതാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ സുഹൃത്തുക്കളായ ശബരി, വിഘ്നൻ, രഞ്ജിത്ത്, ഇവരെല്ലാം നല്ല ഉദ്യോഗസ്ഥരാണ്. പക്ഷെ അവരെല്ലാം ഏത് പാതിരാത്രിക്കും ഏത് സമയത്തും അവരെനിക്ക് വേണ്ടി ഓടിയെത്തുമായിരുന്നു. അങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇവരോടെല്ലാം ഉള്ള നന്ദിയും കടപ്പാടും ഞാൻ എന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്നെ ഒറ്റയ്ക്കായപ്പോൾ സഹായിച്ച ആളുകളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പ്രത്യേകിച്ച് കോയിക്കച്ചന്തയിലെ അച്ചായന്മാരോട് എനിക്ക് അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ അവർ ഓടി വന്ന് പറഞ്ഞു, രാഗിണി ടീച്ചറെ, ശിവൻകുട്ടി സാറിൻ്റെ ഭാര്യയെ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല, ശിവൻകുട്ടി സാറിനെയും മറക്കത്തില്ല. ടീച്ചർ ഒരു കാരണവശാലും ഈ ശൂരനാട്ട് താമസിക്കുമ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളായിരുന്നു എൻ്റെ നാട്ടിലുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള കുറ്റിയിലെ പിന്നെ പൊന്നമ്മ സാറിൻ്റെ മക്കൾ ഇന്നും എനിക്ക് മെസ്സേജ് അയച്ചു, ടീച്ചറെ ഞങ്ങളാരും ടീച്ചറിനെ മറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഏത് രാജ്യത്ത് നിന്നും കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ടീച്ചറെ ഞങ്ങളാരും മറക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അവരുടെ ഹൃദയത്തിൽ കയറി പറ്റിയ 2 പേരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് എന്താവശ്യം വന്നാലും അവരെല്ലാം ഞങ്ങൾക്ക് സഹായത്തിന് ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ എന്നെ അന്ന് ഒറ്റപ്പെട്ടപ്പോൾ സഹായിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും അങ്ങേയറ്റത്തെ നന്ദിയും ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ കാനഡയിലാണ്. എൻ്റെ മകൾ ഇവിടെ ആദ്യം +2 ബ്രിട്ടീഷ് കൊളംബിയ ഗവൺമെൻറ് സ്കൂളിലെ +2 ടീച്ചറാണ്. പിന്നെ ഇപ്പോൾ ഇത്തിരും കൂടെ ഉയർന്ന ജോലി, അതായത് സ്കൂളിലെ ഒരു സപ്പോർട്ടിംഗ് ടീച്ചർ എന്നുള്ള ഒരു പദവിയാണ് അവൾക്കുള്ളത്. അപ്പം വീട്ടിലോട്ട് മോനെയും കൂടുതൽ ശ്രദ്ധിക്കാൻ അവൾക്ക് സമയം കിട്ടത്തില്ല. സ്കൂളിലേതായപ്പോൾ ശിവൻകുട്ടി സാറിൻ്റെ എൻ്റെ മോളല്ലയോ, അവളും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ കുഞ്ഞിനെ ഒന്ന് നോക്കിയെങ്കിലേ പറ്റൂ. അതിനായിട്ടാണ് ഞാൻ കാനഡയിൽ വന്നത്. എൻ്റെ ശിവൻകുട്ടി സാർ ഉറങ്ങുന്ന വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരും, അവിടെ തന്നെ ഞാൻ താമസിക്കും. ഇന്നലെ വരെ എനിക്ക് വേണ്ടി നിന്ന എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാ ബൈബിളിൽ വിശ്വസിക്കുന്നവരും എനിക്ക് ഇനിയും കാണുമെന്ന് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ജിബി, ഞാൻ പ്രസവിക്കാത്ത മകനാണ് അവൻ. എനിക്കെല്ലാ സഹായങ്ങളും അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങേയറ്റത്തെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നന്ദിയും കടപ്പാടും കോയിക്കച്ചന്തയിലെ ആൾക്കാരോടുണ്ട്.
അതുപോലെ തന്നെ തയ്യൽക്കാരൻ ബാബു അച്ചായൻ, പിന്നെ പല പല ആളുകൾ, എല്ലാവരുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. കോയിക്ക ചന്തയിലുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ അങ്ങേയറ്റം എന്നും സ്മരിക്കുന്നുണ്ട്, മറക്കത്തില്ല. അവരെ ആർക്കും എന്താ, അവർ വേറൊരാൾ എന്ന് പറഞ്ഞാൽ ചായുന്ന ക്രിസ്ത്യാനികളല്ല നമ്മളുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് എന്നും വിശ്വസിക്കാൻ പറ്റിയ ക്രിസ്ത്യാനികളാണ് കോയിക്ക ചന്തയിലുള്ളതെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. എനിക്ക് ഒരു വീഡിയോയും കൂടെ എനിക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഞാൻ സത്യമാണോ പറയുന്നതെന്ന് അവർക്കറിയാം, ഇത് കാണുന്നവർക്കറിയാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കൂടെ ആയിട്ട് എൻ്റെ ഈ ജീവിത കഥയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ.